പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന് എന്താണ് സംഭവിച്ചത്? ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. ഇമ്രാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം പരന്നതോടെ വിശദീകരണവുമായി ജയിൽ അധികൃതർ എത്തിയിരുന്നു. ഇമ്രാൻ ആരോഗ്യത്തോടെ കഴിയുന്നു എന്നാണ് ജയിൽ അധികൃതർ പറഞ്ഞത്. കുടുംബാംഗങ്ങൾക്ക് ജയിലിൽ സന്ദർശിക്കാൻ അവസരം നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതിനിടെ ആശങ്ക പങ്കുവച്ച് ഇമ്രാൻഖാൻ്റെ മകൻ കാസിം ഖാൻ എത്തി. പിതാവിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ അധികൃതർ പങ്കുവയ്ക്കുന്നില്ലെന്ന് കാസിം ഖാൻ പറഞ്ഞു. മരിച്ചോ ജീവനോടെയുണ്ടോ എന്ന് പോലും അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ വിളിക്കാൻ കഴിയുന്നില്ലെന്നാണ് മകൻ പറയുന്നത്. മാത്രമല്ല, സന്ദർശന അനുമതിയും നൽകിയിട്ടില്ല. ജീവനുള്ളതിന് തെളിവ് പോലും ഇല്ലെന്നും കാസിം ഖാൻ പറയുന്നു. തനിക്കോ സഹോദരനോ പിതാവുമായി ബന്ധപ്പെടാനാകിയിട്ടില്ലെന്നും കാസിം ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 845 ദിവസമായി ജയിലിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ. കഴിഞ്ഞ 6 ആഴ്ചയായി ഇമ്രാൻഖാനെ ഏകാന്ത തടവിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും കാസിം ആരോപിച്ചു. കോടതി ഉത്തരവുണ്ടായിട്ടും സഹോദരിമാർക്കും ഇമ്രാനെ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷഹബാസ് ഷെരീഫ് സർക്കാരാണ് ഇതിന് ഉത്തരവാദികളെന്നും രാജ്യാന്തര സമൂഹം അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും കാസിം ഖാൻ പറഞ്ഞു. ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം ശക്തമായതോടെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് റാവൽപിണ്ടി ആദിയാല ജയിൽ അധികൃതർ വാർത്ത നിഷേധിച്ചിരുന്നു. ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഇക്കാര്യം പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് നേതൃത്വത്തെ അറിയിച്ചതായും അധികൃതർ പറഞ്ഞു. ഇമ്രാൻ ആരോഗ്യവാനാണെന്നും ജയിൽ അധികൃതർ പറയുമ്പോഴും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇമ്രാൻ്റെ ആരോഗ്യനിലയിൽ കടുത്ത ആശങ്കയുണ്ടെന്നും അദ്ദേഹത്തെ കാണാൻ അനുവദിക്കണമെന്നും PTI നേതൃത്വം ആവശ്യപ്പെട്ടു. ഈ മാസം 4-ന് ശേഷം ഇമ്രാനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല. മാത്രമല്ല, അദ്ദേഹത്തെ ആരും കണ്ടിട്ടുമില്ല. ഇമ്രാനെ കാണാനെത്തുന്നവരെ അതിന് അനുവദിക്കുന്നുമില്ല. ഇതാണ് സംശയമുയർത്തുന്നത്. സന്ദർശനാനുമതി നിഷേധിക്കുന്നതിന് അധികൃതർ കാര്യമൊന്നും പറയുന്നില്ല. ഇമ്രാൻ്റെ ആരോഗ്യനില വഷളായെന്നും അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കുന്നതായും പാർട്ടി ആരോപിച്ചു. വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് 2023 ഓഗസ്റ്റ് മുതൽ ജയിലിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ. ഇമ്രാൻഖാൻ മരിച്ചതായി കഴിഞ്ഞ ദിവസമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചത്. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI ഇമ്രാനെ കൊലപ്പെടുത്തിയെന്നാണ് കാട്ടുതീ പോലെ പടർന്ന അഭ്യൂഹം. ഇമ്രാന്റെ കുടുംബാംഗങ്ങൾക്ക് ജയിലിൽ അദ്ദേഹത്തെ കാണാൻ അനുമതി നൽകിയില്ലെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. മാത്രമല്ല, ഇമ്രാനെ കാണണമെന്നാവശ്യപ്പെട്ട് അഡിയാല ജയിലിന് മുന്നിൽ സഹോദരി പ്രതിഷേധിച്ചെന്നും ബലം പ്രയോഗിച്ച് സഹോദരിയെ നീക്കിയെന്ന് റിപ്പോർട്ടുകൾ വന്നു. പിന്നാലെയാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും വന്നത്. കഴിഞ്ഞ മെയ്യിലും ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. പിന്നാലെ പ്രചാരണം വ്യാജമാണെന്ന് പാകിസ്ഥാന്റെ വാർത്താവിതരണ മന്ത്രാലയം കുറിപ്പിറക്കിയിരുന്നു. ജൂലൈയിൽ ജയിലിൽ ക്രൂരമായ പീഡനം അനുഭവിക്കുന്നതായി ഇമ്രാൻ പരാതിപ്പെട്ടിരുന്നു. തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനായിരിക്കും ഉത്തരവാദിത്തമെന്നും ഇമ്രാൻ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഒരു കേണലും ജയിൽ സൂപ്രണ്ടും അസീം മുനീറിൻ്റെ ഉത്തരവിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇമ്രാൻ ആരോപിച്ചിരുന്നു. ജയിലിനുള്ളിൽ മോശമായി പെരുമാറുകയും ഉപദ്രവിക്കുകയും ചെയ്തുവന്ന ഇമ്രാൻഖാൻ്റെ ആരോപണങ്ങളും അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാമെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നിലുണ്ടെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.